വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ എന്ന പേരിൽ പിരിച്ച പണമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കോൺഗ്രസ് ദൂർത്തടിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. മോഷ്ടാക്കളുടെ ധാർമ്മികത പോലും കോൺഗ്രസിനില്ലെന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്നതാണ് LDFന്റെ പ്രഖ്യാപിത നിലപാടെന്നും സ്വരാജ് വ്യക്തമാക്കി. വയനാട്ടിലെ ദുരന്തബാധിതർക്കെന്ന പേരിൽ പിരിച്ച പണം എത്രയെന്നോ അതെവിടെ നിക്ഷേപിച്ചുവെന്നോ പറയാൻ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് സ്വരാജ് ചൂണ്ടിക്കാട്ടി. ആ പണമാണിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ധൂർത്തടിക്കുന്നത്. വയനാട്ടിലെ മൃതശരീരങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ആ പണം മോഷ്ടിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. ആ പണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചെലവഴിക്കുകയാണ്. വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ എന്ന് പറഞ്ഞു പിരിച്ചതല്ലേ. പൊതു ആവശ്യത്തിനു വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പണം എത്ര പിരിച്ചുവെന്നും ഏത് അക്കൗണ്ടിലാണ് എന്നും തുറന്നു പറയാൻ കോൺഗ്രസ് തയ്യാറാവണം. മോഷ്ടാക്കളുടെ ധാർമ്മികത പോലുമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് അധപതിച്ചു. മൃതദേഹങ്ങളിൽ നിന്ന് പോക്കറ്റടിക്കുന്നവരായി കോൺഗ്രസ് നേതൃത്വം മാറി. മോഷ്ടാക്കളുടെ ധാർമ്മികത പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. കേരള രാഷ്ട്രീയത്തിലെ ശവം തൂക്കുകാരാണ് ഇന്ന് കോൺഗ്രസ്. വയനാട്ടിലെ മൃതശരീരങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ആ പണം മോഷ്ടിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്നത് LDFന്റെ പ്രഖ്യാപിത നിലപാടാണ്. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ ലീഗ് നിർദ്ദേശപ്രകാരം SDPI പിൻവലിച്ചതോടെ ആരൊക്കെ തമ്മിലാണ് ഡീൽ എന്ന് വ്യക്തമായി. CPIMന്റെ ജനറൽ സെക്രട്ടറിയാണ് സംഘടനാപരമായി CPIMന്റെ ഏറ്റവും ഉയർന്ന നേതാവ്. ഈ ചോദ്യത്തോട് തന്നെ കൃത്യമായി പ്രതികരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇവരുമായി ഒരു നീക്കുപോക്കുമില്ല, ഒരു ധാരണയുമില്ല, ഇത് കെട്ടുകഥ മാത്രമാണ്, അസംബന്ധമാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അഖിലേന്ത്യാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞിരിക്കുന്നു, ഇനി അതൊന്നും പോരെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നു, ഒരു നീക്കുപോക്കുമില്ല, ഒരു ധാരണയുമില്ല. ഈ കൂട്ടരെ ഇന്നലകളിൽ എന്ന പോലെ ഇന്നും ഞങ്ങൾ ഉറച്ച നിലപാടിന്റെ ഭാഗമായി തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. നിരന്തരം നുണ മാത്രം പറയുന്നയാളായി VD സതീശൻ മാറി. നുണേശൻ എന്ന സമൂഹ മാധ്യമ പേജ് പൂട്ടിച്ചതോടെ വിമർശനങ്ങളെ എത്രമാത്രമാണ് സതീശൻ ഭയക്കുന്നത് എന്ന് വ്യക്തമായതായും സ്വരാജ് പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.